السلام عليكم ورحمة الله وبركاته. وعليكم الحمد لله. السلام ورحمة الله. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. എങ്ങനെ പോണ് പഠിത്തൊക്കെ? ഉഷാറാണ്, കയ്യാനായില്ലേ? കയ്യാൻ ഇതുവരെയുള്ളൊക്കെ ഫുള്ള് പഠിച്ചോ? കുറേശ്ശെ. ഇതുവരെ എല്ലാവരുടെ എന്താ കഥ? ബാക്കി എല്ലാവരും ഫാത്തിമ, സുഹറ, സീനത്ത്, നസീറ ഇവരതൊക്കെ എന്താ അവസ്ഥ? ഒരു കേൾക്കുന്നില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഏതുവരെ എടുത്ത്? രണ്ടാമത്തെ പാരഗ്രാഫ് വരെയല്ലേ എടുത്ത്? ആ ആ ആ. അപ്പൊ ഇതിൽ എന്തൊക്കെ പഠിച്ചത് ഇപ്പോ? ഈ പുതുതായിട്ടൊന്നും ചാപ്റ്റർ പഠിച്ചില്ലല്ലോ. കുറച്ച് ന്യൂ വേർഡ്സ് പഠിച്ചിട്ടുള്ളൂ. അത് എന്തൊക്കെ ഉം. പഠിച്ച ന്യൂ വേർഡ്സ്? റാസിയു, അതേപോലെ ദാലിക്കക്ക് പകരം ദാക്ക. ആ, നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞേ? ദാലിക്കക്ക് പകരം ദാക്ക. അതിനു മുമ്പ് ഞാൻ കേട്ടില്ല. അത് കറാസിയു. കറാ കുർസിയും ജമ്മു കറാസിയും. പിന്നെ പക്ഷെ ഖുറാസാത്തുന്നല്ലേ പറഞ്ഞീന്ന്? അല്ലല്ലോ, കറാസിയും എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ തന്നെയാണ് അല്ലേ? ആ, അല്ല, പൊതുവെ ഖുറാസാത്തെന്ന് പറയാറുണ്ട്. റാസിയു. റാസിയു, അത് പുതിയ വേർഡ്, ഞാൻ അറിയാത്തായിരുന്നു. പിന്നെ അത്രയും വേർഡ്സ് ആണ് ഇപ്പൊ പഠിച്ചത്. അപ്പൊ ദാലിക്കൊക്കെ പകരം ദാക്ക ഉപയോഗിക്കുന്ന പഠിച്ചത്. രണ്ടാളെ യൂസേജ് നിങ്ങൾക്ക് ആർക്ക് കേൾക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട്. അവിടെ ആർക്കും കേൾക്കുന്നില്ല പറഞ്ഞല്ലോ. ആ ആ ഒരു മിനിറ്റ്. അവരുടെ പ്രശ്നമാണോ? എനിക്ക് കേൾക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അപ്പൊ ദാലിക്കൊക്കെ പകരമാണ് ദാക്ക ഉപയോഗിക്കുക. രണ്ടിന്റെ യൂസേജ് ഒരുപോലെയാണ്, അർത്ഥം സെയിം ആണ്. ദാക്കയും ഉപയോഗിക്കുക, ദാലിക്കയും ഉപയോഗിക്കുക. ഇനി അടുത്തത്, എല്ലാവർക്കും ക്ലിയർ അല്ലേ? സ്ക്രീന് ക്ലിയർ അല്ലേ? ഉം ഉം. അടുത്ത മൂന്നാമത്തെ പാരഗ്രാഫ് ആണ്. ഫി ഫസിലീന. ഫി ഫസിലീന പറഞ്ഞ എന്താ? ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. ഇതെന്താ വായിക്കുക? അടുത്തത് എന്താ വായിക്കുക? ആരെങ്കിലും ഒരാൾ വായിച്ചേരി. ഫി ഫസിലീന. അഷറത്തു തുല്ലാബിൻ. ഷീന് ഫതഹ ഇട്ടിട്ടാ വായിക്കേണ്ടത്. അഷറത്തു തുല്ലാബിൻ, 10 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഇവിടെ മാതൂദ് എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗ അല്ല പുല്ലിംഗ ആയപ്പോ എന്തായി? അതത് എന്തായി? എണ്ണം എന്തായി? സ്ത്രീലിംഗായിട്ട് വന്നു. ഫി ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അഷറത്തു തുല്ലാബിൻ, 10 വിദ്യാർത്ഥിനികൾ. വഹും ഫത്തഹിട്ടിട്ടാണോ? ഷീന് എന്ത്? ഫത്തഹാണോ? ആ ഷീന് ഷീന് ഫത്തഹാണ്. മുഅന്നസ് 10 എന്നുള്ളത് മുഅന്നസ് ആയിട്ട് പറയുമ്പോ ഷീന് ഫത്തഹ ഇട്ടിട്ടാണ് വായിക്കേണ്ടത്. അത് ഓൾറെഡി പറഞ്ഞതാണ്. അതാണ് ഞാൻ ശരി നിങ്ങളോട് അത് ശരി. വായിപ്പിച്ചത്. ഉം അതുകൊണ്ടാണ് ഉം. ഞാൻ അത് വായിപ്പിച്ചത്. മുദക്കറിനാണ് സുക്കൂൻ അല്ലേ? സുക്കൂന് അഷ്റു. ഉം ഉം അഷ്റു ഉം 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 10 ഉം സ്ത്രീലിംഗായിട്ട് വരുമ്പോ അഷറ, അഷറത്തു. ഉം 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 ഉം. അപ്പൊ എഴുതിച്ചിട്ടുണ്ട്. എന്താണ്? ഫി ഫസ്ലീന, ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അഷറത്തു തുല്ലാബിൻ, 10 വിദ്യാർത്ഥിനികൾ. വഹും അവരാണ്. മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. എന്താണ്? അവർ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ്. അവർ എവിടെ നിന്നാണ്? വ്യത്യസ്ത. മുഖ്തലിഫ പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത. വ്യത്യസ്ത. മിൻ ബിലാദിൻ. ബിലാദ് പറഞ്ഞാൽ എന്താണ്? ബിലാദ്. ബിലാദ് രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ. എന്തിന്റെ ബഹുവചനമാണ് ബിലാദ് എന്നുള്ളത്? ബലത് ബലത്. ബലദിന്റെ ബഹുവചനാണ് എന്ത്? ബിലാദ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ വഹും അവരാണ്. മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ് അവർ. അടുത്തത്,
അവിടെ ആദാ മുഹമ്മദ് ഒരു മിനിറ്റ്, അവിടെ മുഖ്തലിഫൊക്കെ എന്തുകൊണ്ടാ കസർ വരാൻ കാരണം? അവിടെ വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ എന്നല്ലേ ഞാൻ വായിച്ചത്? ബിലാദിൽ മുഖ്തലിഫ്. ബിലാദിന്റെ 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 സിഫയായിട്ടുണ്ട്. സിഫയായതുകൊണ്ടാണ്. അതന്നെ, വെരി ഗുഡ്. വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, അവർ പല നാടുകളിൽ നിന്നുള്ളത്, അഥവാ വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. അപ്പം ബലദുൻ ജമ്മാണ് ബിലാദ്. അപ്പൊ എന്തുകൊണ്ടാ മുഖ്തലിഫത്ത് എന്താവാഞ്ഞത്, ബഹുവചനാവാഞ്ഞത്? ബിലാദ് വലത് ബിലാദ് വൈറാഖില. ഒയറ് ആക്കിലാണ്, അഥവാ ബുദ്ധി ഇല്ലാത്തതാണ്. അപ്പൊ അതിന്റെ നാമവിശേഷത എന്തായി? സ്ത്രീലിംഗ ഏകവചനത്തോണ്ട് വിശേഷിപ്പിച്ചു. അടുത്തത് ഹാദാ മുഹമ്മദുൻ, ഇത് മുഹമ്മദ് ആകുന്നു. വഹുവ മിനൽ യാബാനി, അവൻ എവിടെ നിന്നാണ്? യാബാനി പറഞ്ഞ എന്താണ്? ജപ്പാൻ. ജപ്പാനിൽ നിന്നുള്ളതാണ്. ജപ്പാനിൽ നിന്നുള്ളവനാണ്. ഹാദാ മുഹമ്മദുൻ, അവൻ മുഹമ്മദ് ആകുന്നു. വഹുവ മിനൽ യാബൻ, അവൻ ജപ്പാനിൽ നിന്നാകുന്നു. വഹാദ ഹാലിദുൻ, ഇത് ഹാലിദ് ആകുന്നു. ആൻഡ് നാട്ടെ ഇംഗ്ലീഷിൽ പറയുമ്പോ ആൻഡ് ദിസ് ഈസ് ഹാലിദ്. നമുക്ക് മലയാളത്തിൽ പറയുമ്പോ ആൻഡിന് അർത്ഥം പറയാൻ കഴിയില്ല. അപ്പം ആൻഡ് ദിസ് ഈസ് ഹാലിദ്, ഇവൻ എവിടെ നിന്നാണ്? ഇത് ഹാലിദാണ്. വഹുവ മിന സീനി, അവൻ എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. സീന് പറഞ്ഞ ചൈന. വഹുവ മിന സീനി, അവൻ ചൈനയിൽ നിന്നുള്ളതാണ്. ആദാ അഹ്മദു, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് അഹമ്മദിന് തെൻവീന് വരാഞ്ഞത്, അഥവാ രണ്ട് തൊമ്മ വരാഞ്ഞത് എന്തുകൊണ്ടാ? മുസ്ലിം പേരായതുകൊണ്ട്. അല്ല, നമ്മൾ ഏതിനൊക്കെ തെൻവീന് വരരുതെന്ന് പഠിച്ചത്? സ്ത്രീലിംഗ നാമത്തിനും സ്ത്രീലിംഗ പ്രോപ്പർ നൗണിനും ഫീമെയിൽ പ്രോപ്പർ നൗണിനും പിന്നെ അവസാനം താമാർഭൂത്തുള്ള പുല്ലിംഗ നാമത്തിനും. അപ്പൊ ഇത് പുല്ലിംഗ നാമാണ്, ഇതിന് അവസാനം താമാർഭൂത്തം ഇല്ല, അപ്പൊ തെൻവീനും ഇല്ല. അപ്പൊ എന്തുകൊണ്ടാ കാരണം? അപ്പൊ ഇതെന്താണ്? നമ്മള് എന്ത് അല്ല, ഈസ മൂസ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ. അഹമ്മദ് എങ്ങനെയാണ് അനർബി പേരാവാ? അഹമ്മദ് അനർബി പേരല്ലല്ലോ, അറബി പേരല്ല. ഫോം ആയിട്ടാവും അല്ലെ? സൂപ്പർലേറ്റീവ് എന്ത്? ഫോമിന്, സൂപ്പർലേറ്റീവ് ഫോമിന് ഉണ്ടാവൂല. അല്ല, ഇത് അക്ബറും ഒരു മിനിറ്റ്. അതന്നെ, അത് ഏത് പാറ്റേണിൽ വരുന്നത്? നമ്മൾ കുറച്ച് പാറ്റേണിൽ വരുന്നത് തെൻവീൻ ഉണ്ടാവില്ല എന്ന് പഠിച്ചിട്ടില്ലേനോ? അത് മഫായിലോ അങ്ങനെ കുറച്ച് പാറ്റേൺസ് പഠിച്ചിട്ടില്ലേ? അതുപോലെ ഒരു പാറ്റേൺ ആണ് എന്ത് ഇത്, അഥവാ അഫ്അലു പാറ്റേണിൽ വരുന്നത്. അഫ്അലു ഈ പാറ്റേണിൽ വരുന്ന ഇതിനെന്തുണ്ടാവില്ല? തെൻവീനും ഉണ്ടാവില്ല. അഥവാ ഇവിടെ എന്താ, ഫസ്റ്റ് ഫത്തഹാണ്, ഹംസ ആണ്, പിന്നെ സുക്കൂനാണ്. അഫ്അലിന്റെ ഫാന് സുക്കൂനുള്ള പോലെ ഐനിന് ഫത്തഹാണ്, അതുപോലെ ഇതിനും ഫത്തഹാണ്, ഇതിന് ആണ്. അപ്പൊ ഇതെന്താണ്? ഒരേ പാറ്റേണിൽ വരുന്നത് അഫ്അലു. അപ്പൊ ഇതിന് എന്തുണ്ടാവില്ല? അങ്ങനെ അഫ്അലു പാറ്റേണിൽ വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അഹമ്മദിന് തെൻവീൻ ഇല്ലാത്ത. അല്ലാതെ അനർബി പേര് ആയതുകൊണ്ടല്ല. അഹമ്മദ് എന്നുള്ളത് അനർബി പേരല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് തെൻവീൻ ഇല്ലാത്ത. അപ്പൊ അഫ്അലു പാറ്റേണിൽ വരുന്നതിനൊന്നും എന്തുണ്ടാവില്ല? തെൻവീനും ഉണ്ടാവില്ല. അഥവാ രണ്ട് അടയാളം ഉണ്ടാവില്ല, ഡബിൾ ആയിട്ട് വരുന്നത്, അത് ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? വഹാദ അഹ്മദു, ഇത് അഹമ്മദ് ആകുന്നു. വഹുവ മിനൽ ഹിന്ദി, അവൻ ഇന്ത്യയിൽ നിന്നാകുന്നു. വഹാദ ഇബ്രാഹിമു, ഇത് ഇബ്രാഹിം ആകുന്നു. ഇബ്രാഹിമിന് എന്തുകൊണ്ട് തെൻവീൻ ഇല്ലാത്തത്? അനർബി പേരിന് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. വഹാദ ഇബ്രാഹിമു, ഇത് ഇബ്രാഹിം ആകുന്നു. വഹുവ മിൻ ഓന, അവൻ എവിടെ നിന്നാണ്? ഗാനയിൽ നിന്നുള്ളതാണ്. ഓന പറഞ്ഞാല് ഗാന. വഹാദ ഇബ്രാഹിമു, ഇത് ഇബ്രാഹിം ആകുന്നു. വഹുവ മിൻ ഓന, അവൻ ഗാനയിൽ നിന്നുള്ളതാണ്. വഹാദ ഇസ്മായിലു, ഇത് ഇസ്മായിൽ ആകുന്നു. വഹുവ മിൻ നൈജീരിയ, അവൻ എവിടെ നിന്നാണ്? നൈജീരിയ. ഇത് നൈജീരിയ എന്നാണ് വായിക്കുക. അപ്പൊ ഇസ്മായിലു എന്നുള്ളത് എന്താണ്? അനർബി നാമം, അതിനോണ്ട് തെൻവീനില്ല. വഹാദ ഇസ്മായിലു, ഇത് ഇസ്മായിൽ ആകുന്നു. വഹുവ മിൻ നൈജീരിയ, അവൻ നൈജീരിയയിൽ നിന്നുള്ളവനാകുന്നു. വഹാദ യൂസുഫു, ഇത് യൂസുഫ് ആകുന്നു. വഹുവ മിൻ ഇംഗ്ലന്തറ, അവൻ എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നുള്ളവനാണ്. അപ്പൊ യൂസുഫിന് തെൻവീൻ ഇല്ലാത്തത് എന്തുകൊണ്ട്? അനറബി പേരായതുകൊണ്ടാണ്. വഹാദ ബൈറമു,
വഹാദ ബൈറമു ഇത് ബൈറമാകുന്നു. വഹുവ മിൻ തുർക്കിയ അവൻ എവിടെ നിന്നാണ്? തുർക്കിയിൽ നിന്നുള്ളതാണ്. തുർക്കിയിൽ നിന്നുള്ളവനാണ്. അപ്പൊ ബൈറം എന്നുള്ളത് എന്താണ്? അനർബി പേരാണ്. അതുകൊണ്ട് എന്താണ്? തെൻവീൻ ഇല്ല. വഹാദ ബൈറമു ഇത് ബൈറമാകുന്നു. വഹുവ മിൻ തുർക്കിയ അവൻ തുർക്കിയിൽ നിന്നുള്ളവനാകുന്നു. വഹാദ അമ്മാറുൻ ഇത് അമ്മാറാകുന്നു. വഹുവ മിൻ മാലേസിയ മാലേസിയ പറഞ്ഞാൽ എന്താണ്? മലേഷ്യ. മലേഷ്യ അവൻ മലേഷ്യയിൽ നിന്നുള്ളവനാകുന്നു. വഹാദ അലിയുൻ ഇത് ഇതിൽ ഏതൊക്കെ ഇപ്പൊ പുതിയ വേർഡ് പഠിച്ചത്? ഇംഗ്ലണ്ട് ആദ്യം പഠിച്ചത്. നൈജീരിയ പുതിയ വേർഡ് അല്ലേ? നൈജീരിയ ഗാന. ഗാന ഒക്കെ പുതിയ വേർഡ്സ് ആട്ടെ, സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ വഹാദ അലിയുൻ ഇത് അലിയാകുന്നു. വഹുവ മിൻ അംരീക്ക അവൻ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുള്ളവനാണ് അവൻ. വഹാദ അബൂബക്കരിൻ അബൂബക്കരിൻ വഹുവ മിൻ ബുസ്നിയ അവൻ എവിടെ നിന്നാണ്? ബുസ്നിയയിൽ നിന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അബൂബക്കരി അവിടെ എന്തുകൊണ്ടാ ബക്കരീന് കസ്ർ വരാൻ കാരണം? മുദാഫിലയ അബൂന്റെ അത് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് പഠിച്ചിട്ടില്ലല്ലോ മുൻപ്. ബക്കറയുടെ അല്ലെ? അബൂ എന്നുള്ളത് എന്താണ്? ഇവിടെ അബൂ ബക്കരീൻ പറഞ്ഞാൽ എന്താണ്? ബക്കറിന്റെ ഉപ്പ. അപ്പൊ എന്താണ്? ഇലാഫത്താണ് അവിടെ. അതുകൊണ്ടാണ് ബക്കരീന് എന്താ വരാൻ കാരണം? കസ്ർ വരാൻ കാരണം. ബക്ർ എന്നുള്ളത് എന്താണ്? മുദാഫ് ഇലൈഹിയാണ്. അതുകൊണ്ട് അവിടെ കസ്ർ വന്നു. വഹുവ മിൻ ബോസ്നിയ അവൻ എവിടെ നിന്നാണ്? ബോസ്നിയയിൽ നിന്നുള്ളവനാണ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അല്ല, അപ്പുറത്തുണ്ട് ഈ പേജ് ഒന്ന് നോക്കിട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. هذا إبراهيم جيزيا هذا يوسف إنجلترا إكرام وهو من تركيا أبو كريم من يوغوسلافيا കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? അടുത്ത പേജ് എടുത്താലോ? അടുത്തത് ഇപ്പൊ ഇവരൊക്കെ കുറെ ആൾക്കാരെ പേര് പറഞ്ഞില്ലേ? പിന്നെന്താ പറഞ്ഞത്? ഇവരെ കുറെ ആൾക്കാർ പറഞ്ഞു. എന്നിട്ട് പറയാണ് ഹും ബിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ അവരൊക്കെ എവിടെ നിന്നാണ്? ഇപ്പൊ എത്രയും പറഞ്ഞ ആൾക്കാർ ഒരേ സ്ഥലത്ത് നിന്നാണോ? അല്ല, അവരൊക്കെ വ്യത്യസ്ത സ്ഥലത്ത്. അതാണ് പറയുന്നത് എന്ത്? ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ അവർ എവിടെ നിന്നാണ്? അവർ വ്യത്യസ്ത പല നാടുകളിൽ നിന്നുള്ളവരാണ് അവർ. ഹും പറഞ്ഞാൽ അവർ, മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. വലു ആത്തുഹും അവരുടെ ഭാഷകൾ. വലു ആത്തുഹും അവരുടെ ഭാഷകൾ എന്താണ്? മുഖ്തലിഫത്തുൻ വ്യത്യസ്തമാണ്. വലു ആത്തുഹും മുഖ്തലിഫത്ത് അവരുടെ ഭാഷകൾ എന്താണ്? വ്യത്യസ്തമാണ്. ലുഅത്തുൻ ബഹുവചനാണെന്ത്? ലുആത്തുൻ. ഓക്കെ, ലുഅത്തുൻ എങ്ങനെ എഴുതാ? കെട്ടുള്ള തായുണ്ട്. ലുഅത്തുൻ എന്നുള്ളതിന്റെ അവസാനം എന്താണ്? കെട്ടുള്ള താ ആണ്. പക്ഷെ അതിന്റെ ബഹുവചനം ഇതും എന്ത് വേണം? ഓപ്പൺ താ ആക്കിയിട്ട് എഴുതണം. ഓപ്പൺ താ ആക്കിയിട്ട് എഴുതണം. ഇനി അടുത്തത് അവലുഅത്തുഹും മുഖ്തലിഫത്തുൻ അവരുടെ ഇതെന്താണ്? ഭാഷകൾ വ്യത്യസ്തമാകുന്നു. വ അൽവാനുഹും അവരുടെ നിറങ്ങൾ മുഖ്തലിഫത്തിൻ വ്യത്യസ്തമാകുന്നു. അപ്പൊ ലൗനുൻ ജം ആണെന്ത്? അൽവാനുൻ. ലൗനുൻ ബഹുവചനാണെന്ത്? അൽവാനുൻ. അപ്പൊ ലൗനുൻ പറഞ്ഞാൽ എന്താണ്? നിറം. നിറം. അൽവാനും പറഞ്ഞാൽ നിറങ്ങൾ.
നിറങ്ങൾ വൽവാനുഹും അവരുടെ നിറങ്ങൾ വൽവാനുഹും അവരുടെ നിറങ്ങൾ എന്താണ് മുഖ്തലിഫത്തിൻ വ്യത്യസ്തമാകുന്നു. അപ്പൊ നമ്മൾ ഓരോ നാട്ടിലുള്ള ഓരോ സ്കിൻ കളർ വ്യത്യസ്തമായിരിക്കൂലേ, അതാണ് പറയുന്നത്. വലാക്കിൻ പക്ഷേ, വലാക്കിൻ പറഞ്ഞാൽ എന്താണ് പക്ഷേ, ബട്ട് ദീനുഹും അവരുടെ മതം എന്താണ് വാഹിദുൻ ഒന്നാകുന്നു. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞത് എന്താണ് ഇപ്പൊ വലുആത്തുഹും മുഖ്തലിഫത്തുൻ വൽവാനുഹും മുഖ്തലിഫത്തുൻ, ഇതിനൊക്കെ എന്താണ് അറബി വ്യാകരണ നിയമം എന്താ പറയാ? വലുആത്തുഹും മുഖ്തലിഫത്തുൻ അവരുടെ നിറങ്ങൾ വ്യത്യസ്തമാകുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി, ലുആത്തുഹും മുഖ്തലിഫത്തുൻ അവരുടെ നിറങ്ങൾ വ്യത്യസ്തമാകുന്നു. ഇത് മുബ്തദ ഖബർ മുബ്തദോ ഖബറാണ്. ലുആത്ത് എന്നുള്ളത് എന്താണ്? മുബ്തദ ആണ്, അതിന്റെ ഖബറാണ് എന്ത്? മുഖ്തലിഫത്തുൻ. അതുപോലെ തന്നെ എന്താണ്? അൽവാനുഹും മുഖ്തലിഫത്തുൻ അവരുടെ നിറങ്ങൾ എന്താണ്? വ്യത്യസ്തമാകുന്നു. അപ്പൊ അൽവാൻ എന്താണ്? മുബ്തദ ആണ്, അതിന്റെ ഖബറാണ് എന്ത്? മുഖ്തലിഫത്തുൻ. ഇവിടെ വലാക്കിൻ പക്ഷേ ദീനുഹും അവരുടെ മതം എന്താണ്? വാഹിദുൻ ഒന്നാകുന്നു. വ റബ്ബുഹും വാഹിദുൻ, വ റബ്ബുഹും പറഞ്ഞാൽ എന്താണ്? അവരുടെ രക്ഷിതാവ് വാഹിദുൻ ഒന്നാകുന്നു. അപ്പൊ വ റബ്ബുഹും വാഹിദുൻ എന്താണ് വ്യാകരണ നിയമം? മുബ്തദവും മുബ്തദവും ഖബറുമാണ്. റബ്ബ് എന്നുള്ളത് എന്താണ്? റബ്ബ് എന്നുള്ളത് മുബ്തദ, അതിന്റെ ഖബറാണ് എന്ത്? വാഹിദ് എന്നുള്ളത്. വ നബിയുഹും അവരുടെ നബി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദുൻ ഒന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇവരൊക്കെ എന്താണ്? ഓരോ നാട്ടിൽ നിന്നുള്ളവരാണ്. പക്ഷെ എന്താണ്? ഓരോടെ ഭാഷകൾ വ്യത്യസ്തമാണ്, നിറങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ എന്താണ്? അവരുടെ മതം എന്താണ്? ഒന്നാണ്. അവരുടെ ഒന്നാണ്. രക്ഷിതാവ് ആരാണ്? ഒന്നാണ്. വ നബിയുഹും വാഹിദുൻ അവരുടെ നബി ആരാണ്? വാഹിദുൻ ഒന്നാണ്. വ കിബിലത്തുഹും അവരുടെ കിബില എന്താണ്? വാഹിദത്തുൻ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ വാഹിദത്തുൻ ഇത്? കിബിലത്ത് എന്താണ്? ഇവിടെ അതത് മഹദൂദാണ്. അപ്പൊ കിബിലത്ത് എന്താണ്? മുഅന്നസായിപ്പോ അതിന്റെ എണ്ണം എന്താവണം? ഒന്നിലും രണ്ടിലുള്ള നിയമം എന്തേനു? മഹദൂദ് കിബിലെന്ന് പറയുമ്പോ കിബില എന്നുള്ള വേർഡ് മുഅന്നസല്ലേ, കിബിലത്തുൻ എന്ന് പറയണം. കിബിലത്തുന്ന് നമ്മൾ പറയാം. കിബിലത്തുന്നുള്ളത് അത് എങ്ങനെയാണ് ഓപ്പൺസ് ആയിട്ട് മാറിയത്? അതിന്റെ കൂടെ എന്താണ്? സർവനാമം ചേർന്നപ്പോ എന്തായി? അത് ഓപ്പൺസ് ആയിട്ട് മാറിയതാണ്. ശരിക്കും അതെന്താണ്? ഇങ്ങനാണ്. മുഅന്നസ് കിബിലാന്ന് വേർഡാണ്. എന്ത്? മുഅന്നസ് വേർഡാണ് കിബില. കിബില എന്നുള്ളത് ഇങ്ങനാണ് എഴുതാ. ഒറ്റക്ക് എഴുതുമ്പോ കിബില ഓപ്പൺസ് ആണ് കിബിലത്തുൻ. അപ്പൊ അതിന്റെ കൂടെ ഈ ഹും എന്നുള്ള സർവനാമം ചേർന്ന് വന്നപ്പോ എന്തായതാണ്? ഇത് ഓപ്പൺസ് ആയിട്ട് മാറിയതാണ്. നമുക്കിത് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റൂലല്ലോ, നമ്മൾ ഇങ്ങനെ എഴുതൂലല്ലോ. ഇല്ല. ഓപ്പൺസാ മാറ്റാതെ ഇങ്ങനെ എഴുതൂലല്ലോ, ഇല്ല. അപ്പൊ എന്താണ്? ഈ ഹും എന്നുള്ള സർവനാമം ചേർന്ന് വന്നപ്പോ എന്തായതാണ്? ഇത് ഓപ്പൺസ് ആയിട്ട് മാറിയതാണ്. ശരിക്കും എന്താണ്? കിബിലത്തുൻ എന്നാണ്, ഇങ്ങനാണ് എഴുതാ ഏകവചനം അല്ല ഒറ്റക്ക് എഴുതുമ്പോ. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സർവനാമം ചേർന്ന് വന്നപ്പോ എന്തായതാണ്? അത് ഓപ്പൺസ് ആയിട്ട് മാറിയതാണ്. അപ്പൊ കിബിലത്ത് എന്നുള്ളത് എന്താണ്? മുഅന്നസാണ്. അപ്പൊ അതിന്റെ അതതായ എന്നുള്ളത് എന്തായി? മുഅന്നസായി മാറി. അപ്പൊ ഒന്നിലും രണ്ടിലുള്ള നിയമം മറക്കരുത്. ഒന്നിലും രണ്ടിലും മഅദൂദ് മുദക്കർ ആണെങ്കിൽ അതതും മുദക്കറാണ്. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ എന്താവണം? അതതും മുഅന്നസ് ആവണം. അപ്പൊ ഇവിടെ കിബിലത്ത് എന്നുള്ളത് എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് എന്താണ്? മുഅന്നസാണ്. അപ്പൊ അതിന്റെ എണ്ണം എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം. അടുത്തത് ഹും അവർ മുസ്ലിമൂന അവർ എന്താണ്? മുസ്ലിംകളാകുന്നു. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ മുസ്ലിംകൾ എന്താണ്? സഹോദരന്മാരാണ്. അഹുൻ ജമ്മ ഇഖ്വത്തുൻ. അപ്പൊ എന്താ? ഹും മുസ്ലിമൂന അവർ മുസ്ലിംകളാകുന്നു. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ മുസ്ലിംകൾ എന്താണ്? ഇഖ്വത്തുൻ സഹോദരന്മാരാണ്. അപ്പൊ ഹും മുസ്ലിമൂന പറഞ്ഞതിന്റെ വ്യാകരണ നിയമം എന്താണ്? ഹും മുസ്ലിമൂന അവർ മുസ്ലിംകളാകുന്നു. ഏതാണ് ചാപ്റ്റർ? പുതിയതാണോ? 21 ചാപ്റ്റർ എത്തിയാ മതി. മുബത്തതും ഖബറും. ഇതിലേതാണ് മുബത്തദ? ഏതാണ്? ഹും. മുസ്ലിമൂന എന്താണ്? ഖബറാണ് അതിന്റെ. പിന്നെ വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ ഇതെന്താണ്?
വൽ അത് മുസ്ലിമൂന ഇരുപത്തൊന്ന്. അത് തന്നെ. അങ്ങനെ തന്നെ. അത് മുസ്ലിമൂന അത് അത് മുസ്ലിമൂന എന്നുള്ളത് മുബത്തതോ അതിന്റെ ഹബറാണ് എന്ത് ഇഹ്വത്ത് എന്നുള്ളത്. ഇഹ്വത്ത്. ഹാദ മുദരിസുന ഇത് ഞങ്ങളുടെ അധ്യാപകനാകുന്നു. ഹാദ ഇത് മുദരിസുന ഞങ്ങളുടെ അധ്യാപകനാകുന്നു. ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേരെന്താണ്? അഷേഹു ബിലാൽ. ഷെയ്ഖ് ബിലാലാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളുടെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പേരാ പറഞ്ഞ അഷേഹു ബിലാൽ. ബിലാലാണ് അദ്ദേഹത്തിന്റെ പേര്. വഹുവ മിൻ സൂരിയ അദ്ദേഹം എവിടെ നിന്നാണ്? സിറിയ. സൂരിയ പറഞ്ഞാൽ എന്താ? സിറിയ. അദ്ദേഹം എവിടെ നിന്നാണ്? സിറിയയിൽ നിന്നുള്ളതാണ്. വഹുവ റജുലുൻ സാലിഹുൻ. വഹു അവൻ, അദ്ദേഹം, അവനല്ല കേട്ടോ, ഇവിടെ ഷെയ്ഖ് ബിലാലിനെ പറ്റാ പറഞ്ഞ. അപ്പൊ അദ്ദേഹം റജുലുൻ സാലിഹു നല്ല മനുഷ്യനാകുന്നു അല്ലെങ്കിൽ നല്ല പുരുഷനാകുന്നു. അപ്പൊ ഇവിടുത്തെ വ്യാകരണ നിയമം ഒന്ന് പറഞ്ഞുതരും. വഹുവ റജുലുൻ സാലിഹുൻ. വഹുവ മുബ്തദ റജലുൻ സാലിഹുൻ റജുലുൻ ഖബറും മുദാഫിനില് നഅത്തും മന്നൂത്തല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം വഹുവ എന്നുള്ളത് എന്താണ്? മുബ്തദ നിങ്ങൾ പറഞ്ഞത്. റജുൽ എന്നുള്ളത് എന്താണ്? ഖബർ. സാലിഹു എന്നുള്ളതോ? അതിനെ വിശേഷിച്ചതല്ലേ? അതിന്റെ വിശേഷം. അതിന്റെ വിശേഷണാണ് അതിനകത്താണ്. അപ്പൊ വഹുവ എന്നുള്ളത് മുബത്തത്, റജുൽ എന്നുള്ളത് എന്താണ്? അതിന്റെ ഹബർ. ഹബറിന്റെ ആ റജുൽ എന്നുള്ള ഹബറിന്റെ നാമവിശേഷനാണ് എന്ത്? സാലിഹു എന്നുള്ളത്. അദ്ദേഹം എന്താണ്? നല്ല മനുഷ്യനാകുന്നു. നഹനു ഞങ്ങൾ, നുഹിബുഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, കസീറൻ ധാരാളം. അപ്പൊ ഇവിടെ നഹനു നുഹിബുഹു, നഹനു ഇല്ലാതെ നുഹിബുഹു കസീർ എന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെ വായിക്കുക? ഇവിടെ നഹനു ഇല്ല, നഹനു ഇല്ലാന്ന് ഇപ്പൊ വിചാരിക്കാം. നുഹിബുഹു കസീർ എന്ന് മാത്രാണ്. അപ്പൊ എന്താ അർത്ഥം പറയാ? അദ്ദേഹത്തെ ധാരാളം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ധാരാളം ഇഷ്ടപ്പെടുന്നു. ഈ ഞങ്ങൾ എന്നുള്ള അർത്ഥം എവിടുന്ന് വന്ന്? അപ്പൊ എന്താണ് ഇവിടെ നഹനു എന്ന് ശരിക്കും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ വെക്കാം, എഴുതി വെച്ചൊരു കുഴപ്പമൊന്നുമില്ല. നഹനു നുഹിബുഹു പറഞ്ഞാലും ഒരേ അർത്ഥാണ്. നുഹിബുഹു കസീറ മാത്രം പറഞ്ഞാലും എന്താണ്? സെയിം അർത്ഥാണ്. ഇപ്പൊ നമ്മളെന്താ പറയാ? അന ഉഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ അനാന്ന് പറയാതെ ഉഹിബു എന്ന് മാത്രം പറഞ്ഞാലും മതി. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ അനാന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്ത്? നഹനു നുഹിബു ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഇനി അവിടെ നഹനു ഇല്ല, നുഹിബുഹു മാത്രമാണെങ്കിൽ നുഹിബുഹു ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ അവിടെ നഹനു എഴുതണമെന്ന് ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ എഴുതാ, വേണ്ടെങ്കിൽ എഴുതണ്ട. എന്തെങ്കിലും ഇല്ലെങ്കിലും എന്താണ്? ഒരേ അർത്ഥമാണ്. നുഹിബുഹു ഞങ്ങൾ അദ്ദേഹത്തെ നഹനു നുഹിബുഹു ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, കസീറൻ ധാരാളം. അത് ജസ്റ്റ് വായിച്ചു നോക്കി. അദ്ദേഹത്തെ വേർഡ്സ് ഉണ്ട് ചോദിക്കണേ. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് അടുക്കാം, എക്സസൈസിലേക്ക്. ഒന്നാമത്തേത് എന്താണ്? അജിബ് അനിൽ അസ്ഇലത്തിൽ ആദിയത്തി താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അപ്പൊ എന്താണ്? ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണോ പറയാ? നോക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നവര് വായിച്ചോളിട്ടോ. പറയുന്നവര് ക്വസ്റ്റ്യനും വായിക്കുക, അതിന്റെ അർത്ഥം പറയാം. നസീറ ഹസൻ ഒന്നാമത്തെ ചോദ്യം വായിച്ചോളി.
അയിന ഹാദിഹി മുദരിസത്തുൻ. അർത്ഥം എന്താണ്? എവിടെയാണ് നോ 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 മുദരിസത്തു എന്നാണ് വായിക്കുക. മദ്രസത്ത്. സോറി അയിന മദ്രസത്തുൻ എന്നല്ല. അയിന ഹാദിഹി മദ്രസത്തുൻ. അയിന സ്കൂൾ അയിന ഹാദിഹിൽ മദ്രസത്തു. അവിടെ അല്ലുണ്ട്. അയിന ഹാദിഹിൽ മദ്രസത്തു. അപ്പൊ അർത്ഥം എന്താ പറയേണ്ടത്? എവിടെയാണ് ഈ സ്കൂൾ? ഈ സ്കൂൾ എവിടെയാണ്, അല്ലെങ്കിൽ ഈ قرية من സ്കൂൾ المسجد എവിടെയാണ് ഈ സ്കൂൾ. അപ്പൊ എന്താ ആൻസർ كم പറയാ? لها ثلاث. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എന്താ ആൻസർ ഉള്ളത് നോക്കിക്കോളി. هي قرية من المسجد. എന്ത് ഞാൻ പറഞ്ഞവരെന്നെ വായിച്ചാൽ മതിയാ. അതിന്റെ ആൻസർ എവിടാണ്? ഹിയ ഇതവിടെ. സെക്കൻഡ്. ഹിയ ഹിയ ഖരീബത്തുൻ മിനൽ മസ്ജിദ്. ഹിയ ഈ കരീബത്തു മിനൽ മസ്ജിദി. അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാ, ഈ മദ്രസ പള്ളിയോട് അടുത്താണ്. അപ്പൊ എങ്ങനെ പറയണം? ഹാദിഹിൽ മദ്രസ ഹാദിഹിൽ മദ്രസത്തു ഖരീബത്തും മിനൽ മസ്ജിദി. മസ്ജിദി. അപ്പൊ ഇങ്ങനെയും പറയാ, ഹിയ കരീബത്തു മിനൽ മസ്ജിദ് എന്ന് പറയാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യന് കൂട്ടിയിട്ട് എഴുതാം, ഹാദിഹിൽ മദ്രസത്തു ഖരീബത്തു മിനൽ മസ്ജിദി. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്. ഫാത്തിമ സുഹ്റ. കം ബാബൻ ലഹ. അതിന് എത്ര കം ബാ- ഗേറ്റുകളുണ്ട്? ഗേറ്റുകളും ഉണ്ട്. അപ്പൊ എന്താ ആൻസർ പറയാ? ലഹ സലാസത്തു അബുവാബിൻ. ലഹ സലാസത്തു അബുവാബിൻ. അർത്ഥം അതിന് 3 ഗേറ്റുകളുണ്ട്. 3 ഗേറ്റുകളുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തത് ഐഷ. മുഗലഖത്തുൻ മുഅലഖത്തുൻ. മുഗലഖത്തുൻ അബുവാബുഹൽ ആന മഫ്തൂഹത്തുൻ. മുഅലഖത്തുൻ അബ്വാബുഹാൽ ആന മഫ്തൂഹത്തുൻ. അർത്ഥം അതിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടതാണോ, ഇപ്പോൾ അടയ്ക്കപ്പെട്ടതാണോ, അല്ല തുറന്നതാണോ, അല്ലെങ്കിൽ തുറന്നതാണോ, തുറക്കപ്പെട്ടതാണോ? അപ്പൊ എന്താ ആൻസർ പറയാ? അബുവാബുഹ മഫ്തൂഹത്തുൻ ആന അൽ ആന. അപ്പൊ അർത്ഥം അതിന്റെ വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെട്ടതാണ്. ഓക്കെ. അടുത്തത് റസീന ടീച്ചർ 4. കം നാഫിദത്തൻ ഫി ഹാദൽ ഫസ്ലി. ഈ ക്ലാസ്സില് എത്ര ജനലുകളുണ്ട്? ഫീഹി നാഫിദത്താനി കബീറത്താനി. അതിൽ 2 ജനലുകൾ, വലിയ 2 ജനലുകൾ. 2 വലിയ ജനലുകളുണ്ട്. അടുത്ത 5 സീനത്ത. ഫീ ഹാദൽ ഫസ്ലി. ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, എത്ര വിദ്യാർത്ഥികൾ ഉണ്ട്? ഫീ ഹാദൽ ഫസ്ലി അശറത്തു തുല്ല. പിന്നെ നമുക്ക് എന്തും പറയാം, സർവനാമം ഉപയോഗിച്ചിട്ട് പറയാം. അശറത്തു തുല്ലാബിൻ. 2 രീതിയിലും പറയാം കേട്ടോ. അടുത്ത 6ാമത്തത് മിസ്രിയത്ത. അകുല്ലഹു മിനൽ ബിലാദി വാഹിദുൻ. ഒന്നും കൂടി വായിക്കാം. അകുല്ലഹു ആണോ അറിയില്ല, ഞാൻ 2-3 ക്ലാസ് മിസ്സായുണ്ട്. അകുല്ലുഹും മിനൽ ബിലാദി മിൻ ബലദിൻ മിനൽ ബലദി വാഹിദുൻ. മിൻ ബലദിൻ വാഹിദിൻ. അപ്പൊ എന്താ അർത്ഥം വരാം? കുല്ലുഹും എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലുഹും
എല്ലാവരും എന്നാണോ? ആ ആ കുല്ലുഹും. കുല്ലു പറഞ്ഞ എല്ലാവരും, ഹും എന്ന് പറഞ്ഞാലോ ആണോ എല്ലാവരും ആണോ എന്ന് തന്നെയാണോ? അവർ എല്ലാവരും ആണ്. അവിടെ ഹും എന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ എല്ലാവരും ആണോ? മിൻ ബലദിൻ വാഹിദിൻ. ഒരേ നാട്ടിൽ നിന്നാണോന്ന്? ഒരേ ഫ്രം ഒരു നാട്ടിൽ നിന്നാണോ? അപ്പൊ ആൻസർ എന്താ പറയാ? ആൻസർ ബുക്സ് ഇല്ല എൻ്റെ കയ്യില്. അപ്പൊ ആൻസർ നോ, അല്ല. ഓരോ വ്യത്യസ്ത നാടുകളിൽ നിന്നല്ല. അപ്പൊ ആൻസർ എങ്ങനെ പറയാ? അല്ല എന്നുള്ളതിന് എന്താ പറയാ? ലാ ലാ. എന്നിട്ട് അവർ എന്നുള്ളതിന് എന്താ പറയാ? അവർ. ഹും. ഹും വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. ഹും എന്താണ് വേർഡ് ഓർമ്മയില്ല. ഞാൻ ബലദുൻ ജമ്മ് ബലദുൻ. പറഞ്ഞില്ല. ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. അവർ എന്താണ്? വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. അന്റെ ക്ലാസ് മിസ്സായത് കുറച്ച് ദിവസം. ഒന്ന് മറ്റേ ക്ലാസ് ഉണ്ടായിരുന്നു സാറിന്റെ. ഇത് റെക്കോർഡിംഗ് ഇതാക്കാന്ന് വിചാരിച്ചു. പിന്നെ മിസ്സായി പോയി. അറബിക് മെഡീസി ആണ്. ആ അങ്ങനെ അത് അപ്പൊ ഇതായി പിന്നെ നിങ്ങൾ മിസ്സായി അതിലുണ്ട്. പോയി. ഓക്കെ. സോറി മിസ്. ഇൻഷാല്ല ജോയിൻ ചെയ്യാം. അടുത്തത് ഏഴാമത്തത് ഷാഹിൻത. മൻ ഐന അബൂബക്കർ. മന്നല്ല. മിൻ ഐന അബൂബക്കർ. അബൂബക്കർ അബൂബക്കർ എവിടെ നിന്നാണ്? അബൂബക്രീൻ. അബൂബക്കരി. അപ്പൊ അബൂബക്കർ അർത്ഥം എന്താണ്? എവിടെ നിന്നാണെന്ന്? അബൂബക്കർ അവിടെ നിന്നാണ്. അപ്പൊ എവിടെ നിന്നാണ്? ഹുവ മിൻ യുഅസ്ലഫിയെ. അല്ല, ഈ ടെക്സ്റ്റിലുള്ളത് എന്താണ്? അബൂബക്കർ എവിടെ നിന്നാണ്? അതന്നെയാണ്. ഞാൻ ഇത് എടുത്തപ്പോ ലേറ്റ് ആയി അറ്റൻഡ് ചെയ്യാനായിട്ട്. അബൂബക്കർ ഒരു മിനിറ്റ്. അബൂബക്കർ എവിടെ നിന്നാണ്? ലാസ്റ്റ് അബൂബക്കർ വഹുവ മിൻ യുഅസ്ലഫിയ. ബുസ്നിയ. ഞങ്ങളുടെ യുഗോസ്ലേവിയ എന്നുള്ളത് നിങ്ങളിൽ എന്താണുള്ളത്? അത് മതി. യുഗോസ്ലാഫിയ എന്നുള്ളത്. അത് മതി. യൂഗോസ്ലാവാക്കിയ നയിക്കൂലേ? അപ്പൊ എന്താണ് ആ സ്ഥലത്തിന്? അത് അവിടെ എഴുതിയാൽ മതി. ഹുവ മിൻ യുഗോസ്ലാഫിയ. ഇനി അടുത്തത് 8 സുഹ്റത്ത. മാറിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഉണ്ട്. സോറി. പറഞ്ഞോളി. 8ാമത്തെ. മിൻ ഐന അഹ്മദു. ഹുവ മിൻ. എന്തായാലും ബുക്കില്ല. മിൻ ഐന അഹ്മദ് എന്നുള്ളത് എന്താണ് അർത്ഥം? മിൻ ഐന അഹ്മദു. എവിടെ നിന്നാണ്? അപ്പൊ അഹ്മദ് എവിടെ നിന്നാണ്? ഹുവ മിനൽ ഹിന്ദി. അവൻ എവിടെ യാബാനിന്നല്ലേ? യാബാൻ എന്നാണ്. മുഹമ്മദ് ആണല്ലേ യാബാനി? അഹമ്മദ് മിൻ ഹിന്ദി. മിനൽ ഹിന്ദി. അഹ്മദ് മിനൽ ഹിന്ദ്. ഓക്കെ. അടുത്തത് 9. മിൻ ഐന യൂസുഫ്. യൂസുഫ് എവിടെ നിന്നാണ്? ഹുവ മിൻ ഇംഗൽത്തറ. അവൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അടുത്തത് 10 ഷാഹിൻത. മിൻ ഐന മുഹമ്മദ്. മിൻ ഐന മുഹമ്മദുൻ. അടുത്ത മിനിറ്റ് വായിക്കണ്ടേ? മിൻ ഐന മുഹമ്മദുൻ. ഹുവ മിൻ യാബാനി. മിനൽ യാബാനി. അല്ലുണ്ടോ? മിനൽ യാബാനി. അടുത്തത് 11 റസീന ടീച്ചർ. മൻ മുദജ്ജിസുഹും. അവരുടെ ഉസ്താദ് ആരാണ്? അവരുടെ അധ്യാപകൻ ആരാണ്? മുദജ്ജിസുഹും അശ്ശൈഖ് ബിലാലും. ഷെയ്ഖ് ബിലാലുൻ. അവരുടെ അധ്യാപകൻ ഷെയ്ഖ് ബിലാലാണ്. അടുത്ത മിസ്രിയത്ത 12. മിൻ ഐന ഹുവ. മിൻ ഐന ഹുവ അർത്ഥം? അവൻ എവിടെ നിന്നാണോ?
എവിടെ അപ്പൊ ഇവിടെ അവൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാണ്? അദ്ദേഹം. ബിലാലിനെ ഷെയ്ഖ് ബിലാൽ ഇവിടെ മേലെ കേൾക്കുന്നുണ്ട്. ഷെയ്ഖ് ബിലാലിനെ പറ്റിട്ടാ പറയുന്നത്. അപ്പൊ അദ്ദേഹം എവിടെ നിന്നാണ്? അപ്പൊ അതാ ചോദിച്ചത്, അവിടെ സർവനാമം വെച്ച് ചോദിച്ചത്. അപ്പൊ മേലുള്ളത് ആരെ പറ്റിട്ടാണ്? ഓരെ പറ്റിട്ടാ ചോദിച്ചത്. മീൻ അയിന ഹുവ, അദ്ദേഹം എവിടെ നിന്നാണ്? അപ്പൊ അദ്ദേഹം എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? ഹുവ എവിടുന്ന് മീന് അറിയില്ല. ഹുവ മോമിന് മീൻ സൂര്യ. ഹുവ മീൻ സൂര്യ ഹുവ സിറിയയിൽ മീൻ നിന്നാണ്. സൂര്യ. സിറിയയിൽ നിന്നാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി. ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ആക്ടിവിറ്റി ആണ് കേട്ടോ. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ശരിയോ തെറ്റോ അടയാളപ്പെടുത്താന്? ഇല്ല. അത് ആദ്യമായിട്ടുള്ള ആക്ടിവിറ്റി ആണ്. ലോ ഹാദിൽ അലാമ, ഈ അടയാളം വെക്കുക, അഥവാ ഈ ശരി എന്നുള്ള അടയാളം വെക്കുക. അമാമൽ ജുമലി സ്വഹീഹത്തി, ശരിയായ സെന്റൻസുകളുടെ മുമ്പിൽ. അഥവാ ശരിയായ സെന്റൻസ് ഏതാണോ അതിന്റെ മുമ്പിൽ എന്തിടാ? ശരിയെന്ന് ഇടാം. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് വന്ന സെന്റൻസ് ഏതാണ് ഇതിൽ വന്നത് അതിന്റെ നേരെ ടിക്ക് ഇടാം. ഇനി ഹാദിൽ അലാമ, ഈ അടയാളമോ അമാമൽ ജുമലി ഒരി സ്വഹീഹത്തി, ശരിയല്ലാത്ത സെന്റൻസുകളുടെ മുമ്പിൽ എന്താ ചെയ്യുക? തെറ്റ് എന്ന അടയാളം ഇടുക. അഥവാ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് തെറ്റായിട്ടുള്ള, ഈ ഭാഗത്തു നിന്നുള്ള സെന്റൻസ് ഏതാണ് തെറ്റായിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അതിന്റെ നേരെ എന്തിടാ? തെറ്റ് ഇടാം. ഓക്കെ, അപ്പൊ ഒരാൾ വായിച്ചോളി, ഞാൻ പേര് വായിക്കാം. സുഹ്റത്ത ഒന്നാമത് വായിച്ചോളി. മദ്രസത്തി ഖരീബത്തും മിനൽ മത്താരി. അർത്ഥം എന്താണ്? എന്റെ സ്കൂൾ എയർപോർട്ടിന് സമീപമാണ്. എയർപോർട്ടിൽ നിന്ന് അടുത്താണോ? എയർപോർട്ടിനോട് അടുത്താണ്. അപ്പൊ അതെന്താണ്? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഖരീബത്തും നോ എന്റെ മദ്രസ നമ്മളതല്ലട്ടോ ചോദിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ എന്റെ മദ്രസ എന്തിനോട് അടുത്താണ് എന്റെ ടെക്സ്റ്റ് ബുക്കില്? മസ്ജിദ്. അപ്പൊ ആ സെന്റൻസ് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ തെറ്റുന്നല്ല. അടുത്തത് രണ്ട്, സീനത്ത 2. ലഹ സലാസത്തു അബ്വാബിൻ, അർത്ഥം? അതിന് 3 വാതിലുകൾ ഉണ്ട്. അത് അപ്പൊ കറക്റ്റ് ശരി. ആണ്. ശരി. അടുത്ത ആയിഷത്ത 3. അബുവാബുഹ മഹ്ലൂക്കത്തുൻ ആന, മുഗല്ലക്കത്തുൽ ആന. ഇപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ മുഗല്ലക്കത്തുൽ ആന എന്നല്ലേ വായിക്കണ്ടേ? ഇപ്പോൾ അതിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടതാണോ? അപ്പൊ ആണോ? അല്ല, തെറ്റാണ്. തെറ്റാണ്. വാതിലുകൾ എന്താണ്? അടയ്ക്കപ്പെട്ടതാണ്. അടുത്തത് 4. മിസ്രിയത്ത. മക്കാത്തിബു. ഒരു മിനിറ്റ്. മക്കാത്തിബു അടിക്ക് ഒരു മാത്രം പറഞ്ഞോട്ടെ. മക്കാത്തിബു തുല്ലാബു എന്നാണ് വരാ. അവിടെ എന്താണ് ശരിക്കും വരാ? അർത്ഥം എന്താണ് അതിന്റെ? മക്കാത്തിബു അതിന്റെ അർത്ഥം എന്താണ്? ടേബിൾ ആണോ? ടേബിൾ ആണ്. അതൊന്നായിട്ടൊന്ന് ആ രണ്ടിന്റെയും കൂടി അർത്ഥം ഒന്നായിട്ട് പറഞ്ഞേരി. തുല്ലാബി. മക്കാത്തിബു തുല്ലാബി കബീറത്തുൻ. അപ്പൊ അതെന്താണ് അവിടെ കെസ്റ് വരാൻ കാരണം? അത് ഇലാഫത്തല്ലേ? ഇലാഫത്ത് ആയതുകൊണ്ട്. അപ്പൊ എന്താണ്? മക്കാത്തിബു തുല്ലാബി കബീറത്തുൻ. അപ്പൊ അർത്ഥം എന്താണ്? മക്കാത്തിബ് പറഞ്ഞാൽ എന്താണ്? മക്കാത്തിബ് മക്തബുൻ, ടേബിള്, മേശകൾ. തുല്ലാബി. ഹലോ, ഹായ്. എന്താണ്? നിങ്ങള് ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് അറിയുന്ന അർത്ഥം തന്നെയാണ്. മക്കാത്തിബു തുല്ലാബി. ഞാൻ പറഞ്ഞു കുറെ ക്ലാസ് മിസ്സായതുകൊണ്ടാ. അല്ല, നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് തന്നെയാണ്. മക്തബുൻ ജമ്മ മക്കാത്തിബ്. അപ്പൊ എന്താണ്? ടേബിളുകൾ, മേശകൾ. തുല്ലാബ് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസ് ആണോ?
സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതൊന്നായിട്ട് എന്താ പറയാ, ഇലാഫത്ത് ആകുമ്പോ അങ്ങനെ അർത്ഥം പറയാം, മക്കാത്തിബു തുല്ലാബി. സ്റ്റുഡൻസ് ടേബിൾ. എനിക്ക് മലയാളം അത്ര ഇതില്ല കേട്ടോ. ഞാൻ ഇപ്പം സ്റ്റുഡൻസ് ബാംഗ്ലൂരാണ്. ടേബിൾ. വിദ്യാർത്ഥികളുടെ ടേബിളുകൾ എന്താണ് വലുതാകുന്നത് അല്ലേ? ആ വലുതാണ്. അപ്പൊ അത് സെന്റൻസ് എന്താണ്? തെറ്റാണ്. വിദ്യാർത്ഥികളുടെ ടേബിൾ എന്താണ്? സ്വഇറത്താണ്, ചെറുതാണ്. അപ്പൊ സെന്റൻസ് തെറ്റാണ്. അടുത്തത് ഷായിൻത. മക്തബുൽ മുദർരിസി കബീർ. ആ അധ്യാപകന്റെ മേശ വലുതാണ്. അപ്പൊ ശരിയാണ്, തെറ്റാണോ? ശരിയാണ്. ശരി. അടുത്തത് ക്രിസ്റ്റീന ടീച്ചർ 6. في فصلنا ആ. عشرة طلاب. ഫീ ഫസ്ല ഞങ്ങളുടെ അശ്രത്തുല്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ 10 വിദ്യാർത്ഥികളുണ്ട്. ശരിയാണ്. ശരി. അടുത്ത സുഹറത്ത 7. ഏഴ് കാണുന്നില്ല. ഞാൻ മാറ്റി തരാം ടീച്ചർ. വായിച്ചോളൂ. ഏഴ്. അമ്മാറും മിൻ ബോസ്നിയ. അമ്മാർ ബോസ്നിയയിൽ നിന്നാണ്. ശരിയാണോ? തെറ്റല്ലേ? തെറ്റല്ലേ? ബുക്കില്ലാത്തോണ്ട്. മലേഷ്യാവാണ് അതില്. അമ്മാർ എവിടെ നിന്നാണ്? മലേഷ്യ എന്നാണ്. അപ്പൊ തെറ്റാണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് സീനത്ത. ബൈറമു മിൻ തുർക്കിയ. ബൈറമു ബൈറമ് തുർക്കിയിൽ നിന്നാണ്. അത് ശരിയാണ്, കറക്റ്റ് ആണ്. കറക്റ്റ്. അടുത്തത് ആയിഷത്ത് 9. യൂസഫു മിൻ മലേഷ്യ. മാലേഷ്യ. മലേഷ്യ തെറ്റാണ്. യൂസഫു വഹുവ മിൻ ഇംഗൽത്തറ. ഇംഗൽത്തറ, അതാണ് ശരി. ഇനി അടുത്ത 10 ഷായിൻത 10. മുദ്രസീന മുദർരിസുന മിനൽ ഇറാഖ്. ഇതിൽ ഇറാഖ് എന്നുള്ള ശരി. മുദരിസുന മിനൽ ഇറാഖ്. അപ്പൊ ആൻസർ ക്വസ്റ്റ്യൻ എന്താണ്? അർത്ഥം ഇറാഖിൽ നിന്നാണ് അധ്യാപകൻ. ഞങ്ങളുടെ അധ്യാപകൻ ഇറാഖിൽ നിന്നാണ്. അപ്പൊ അതെന്താ, ശരിയാണ് തെറ്റാണോ? ബഹുമിൻ സൂര്യല്ലേ? സൂര്യ. അപ്പൊ സെന്റൻസ് തെറ്റാണ്. തെറ്റ്. ഇനി അടുത്തത് ഇവിടെ കുറച്ച് ഇതാക്കാനുള്ളത്. ഉദുക്കൂറിൽ ബിലാദൽ വാരിദത്ത ഫി ദർസി മിൻ ആസിയ വൈഫ്രീക്കിയ വഉറുബ. ഉദുക്കൂർ അതായത് ഓർമ്മിക്കുക, ബിലാദൽ വാരിദത്ത. നമ്മളെ ഇതിൽ കുറെ പാഠഭാഗത്തിൽ കുറെ നാടുകളുടെ പേര് പറഞ്ഞില്ലേ? അപ്പം ആ പാഠഭാഗത്തിൽ നിന്നുള്ളത്, അതിൽ നിന്ന് ഏഷ്യയിൽ നിന്നുള്ളതും ആഫ്രിക്കയിൽ നിന്നുള്ളതും യൂറോപ്പിൽ നിന്നുള്ളത് വേർതിരിച്ച് ചെയ്താണ്. അപ്പൊ ആസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യ എന്നാണ്. ആസിയ പറഞ്ഞാല് ഏഷ്യ. ഇഫ്രീക്കിയ പറഞ്ഞാലോ? ആഫ്രിക്ക. ഔറൂബ പറഞ്ഞാല് യൂറോപ്പ്. അപ്പൊ നമ്മള് പാഠഭാഗത്തിൽ നിന്നുള്ളത് എന്താണ്? ഏഷ്യയിൽ വരുന്നത് എന്താണ്? ഏഷ്യന്റെ അടിയിൽ എഴുതാ. ആഫ്രിക്കയിലെ ഇതിൽ വരുന്നത് എന്താണോ അതിന്റെ അടിയിൽ ആഫ്രിക്കയിലുള്ളത് എഴുതാ. കൺട്രീസ് അതിലുള്ള. പിന്നെ യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെ കാണോ അതൊക്കെ ഇതിന്റെ അടിയിലും എഴുതാ. അപ്പൊ നിങ്ങൾക്ക് അറിയോ? അപ്പൊ ഏഷ്യയിലുള്ളത് ഏതൊക്കെ വരാ? ഹിന്ദി, ഹിന്ദി വരും. പിന്നെ യാബാനി വരും. മലേഷ്യ, പിന്നെ മലേഷ്യ, മാലീസിയ വരും.
പിന്നെ തുർക്കി വരുമോ? ഇല്ല, തുർക്കി വരില്ല. സീന് വരും. അപ്പൊ ഇതിലുള്ളത് ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് ഈ ആഫ്രിക്കൻ കൺട്രീസിൽ വരുന്നത് ഏതൊക്കെയാണ്? നൈജീരിയ, പിന്നെ ഗാന, ആന വരും. നൈജീരിയ, നൈജീരിയ. പിന്നെ ആന. ഗാന. ഇനി അടുത്തത് യൂറോപ്യൻ കൺട്രീസിൽ വരുന്നതോ? ഒന്ന് ഇംഗ്ലണ്ട് തറ, അമേരിക്ക വരില്ല. പിന്നെ തുർക്കിയ, പിന്നെ യൂനാന് വരും, ബുസ്നിയ വരും. പിന്നെ നിങ്ങൾ ആരോ അമേരിക്ക എന്ന് പറഞ്ഞില്ലേ? അമേരിക്ക വരും. അപ്പൊ ഇത്രയല്ലേ ഇതില് പഠിച്ചത്? അപ്പൊ ഇതാണ് ഇത്. ഇത് മായ്ക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിട്ട് എഴുതിയതാ. ഇനി അടുത്തത് ന്യൂ വേർഡ്സ് അല്ലേ? ന്യൂ വേർഡ്സ്. ന്യൂ വേർഡ്സ്. മക്കാത്തിബ്. മക്തബ് പറഞ്ഞ എന്താണ്? മേശ. അതിന്റെ ബഹുവചനമാണ് ഇത് മക്കാത്തിബു. ഇതിന് തെൻവീൻ ഉണ്ടാവില്ല കേട്ടോ. മഫാഇല് പാറ്റേണിൽ വരുന്നതാണ്. അപ്പൊ തെൻവീൻ ഉണ്ടാവില്ല. കുർസിയും ജമ്മ് കറാസിയും, ചെയറ് ചെയേഴ്സ്, ലൗനും ജമ്മ് അൽവാനും, കളേഴ്സ്. അൽ കിബിലത്ത് എന്നുള്ളത് കിബില, ജാക്കാന്നുള്ളത് ഉപയോഗിക്കുക, ദാലിക്കാന്ന് ഉപയോഗിക്കുക. രണ്ടിനും ഒരേ യൂസേജ് ആണ്, ഒരേ അർത്ഥമാണ്, ഒരേ യൂസേജ്. ദാലിക്കയും ഉപയോഗിക്കുക, ദാലിക്കയും ഉപയോഗിക്കുക. വലാക്കിൻ പറഞ്ഞാൽ എന്താണ്? വലാക്കിൻ എന്നാൽ, പക്ഷേ. ഇതാണ് ന്യൂ വേർഡ്സ്. ഇനി ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? ഈ ലെസണിൽ എന്താണ് ശരിക്ക് നമുക്ക് പഠിക്കാനുള്ളത്? ഞാന് ഇതില് കുറെ സ്ഥലത്തിന്റെ പേര് പഠിച്ചില്ല. അത് പഠിച്ചു. പിന്നെ കുറച്ച് ന്യൂ വേർഡ്സ് പഠിച്ചു. ലൗനും ജമ്മു അൽവാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതില് ഇതുവരെ പഠിച്ചതിന്റെ ഒരു സമ്മറി പോലാണ് ഈ ചാപ്റ്റർ. അഥവാ നമ്മൾ അതത് മാദൂദ് പഠിച്ച് ഇതില് പറഞ്ഞില്ല. അതത് മാദൂദ്, പിന്നെ മുബത്തദ ഖബർ പഠിന്, ഖിലാഫത്ത് നാമവിശേഷണം, അഥവാ ഓരോ ആക്കിലിന്റെ കൂടെ എങ്ങനെയാണ് നാമവിശേഷണം ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാം കൂടിയുള്ള സമ്മറിയാണ്. പിന്നെ അതിൽ കുറച്ച് ന്യൂ വേർഡ്സും ഉണ്ട്, അഥവാ കുറച്ച് സ്ഥലത്തിന്റെ പേര് ഒക്കെ. പിന്നെ ദാലിക്ക എന്നുള്ളതിന്റെ സെയിം യൂസേജ് ആണ് ദാക്ക എന്നുള്ളത്, അതും പഠിച്ച്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി ഇതിലെന്താ ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും? ഗൈസ്, എന്താ ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് അടുത്ത ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം അതിന്റെ ഇത് പറഞ്ഞുതരണേ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞുതരണം. നമ്മൾ തെൻവീന് വരാത്ത കുറച്ച് നാമങ്ങൾ പഠിച്ച്. അത് ഏതൊക്കെ? തെൻവീന് വരാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അല്ലോ ചേർത്ത് വരുമ്പോ തെൻവീൻ വരില്ല. അല്ല് വരുമ്പോ തെൻവീന് വരില്ല. പിന്നെ ഫീമെയിൽ പ്രോപ്പർ നൗണിന്റെ കൂടെ എന്ത് വരില്ല? തെൻവീന് വരില്ല. പിന്നെ മെയിൽ പ്രോപ്പർ നൗണിനെ തമർബുത്തയിൽ എൻഡ് ചെയ്യണമെങ്കിൽ മെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം താമാർബൂത്ത് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഒരു ഇത് കൂടി പഠിച്ചിട്ടുണ്ട്,
നിങ്ങൾക്ക് അനർബി ഓർമ്മ ഉണ്ടാവുക എന്ത് ലാഫത്തിന് അനർബി പദങ്ങൾ വരുമ്പോ തൻവീൻ ആ അനറബി പദങ്ങൾ വരുമ്പോ തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഇലാഫത്ത് ആകുമ്പോ ഇലാഫത്ത് ആകുമ്പോ എന്തുണ്ടാവില്ല, മുലാഫിന് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. മുലാഫിന് മുലാഫ് ഇലഹിക്കല്ല, മുലാഫിന് തെൻവീൻ ഉണ്ടാവില്ല, മുലാഫിന്. പിന്നെ അല്ല വെച്ച് പദം ചേർന്ന് വരുമ്പോ തെൻവീൻ ഉണ്ടാവില്ല. ഫീമെയിൽ പ്രോപ്പർ നൗണിന് ഉണ്ടാവില്ല. പിന്നെ ഒരു മെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം താമർബൂത്ത് ഉണ്ടെങ്കിൽ തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ അഫ്അലു പറ്റിയുള്ള അഫ്അല് പാറ്റേണിൽ വരുന്നതിന് തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ പിന്നെ അനറബി അനർബി നാമങ്ങൾക്ക് തെൻവീൻ ഉണ്ടാവില്ല. നാമങ്ങൾക്ക് പിന്നെ 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 നമ്മൾ പഠിച്ചിക്കണ് ഒരു കാര്യം മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ മറന്നുപോയി. നമ്മൾ ഒരു വാക്കിന്റെ മുമ്പിൽ യാ വെച്ച് പറയുമ്പോ എന്താണ് തെൻവീൻ ഉണ്ടാവുക. തൻവീൻ അപ്പൊ ഉണ്ടാവില്ല. യാ മുഹമ്മദ് എന്നാണ്. അപ്പൊ ഒരാളെ വിളിക്കുകയാണ് യാ മുഹമ്മദു, അപ്പൊ യാ വരുമ്പോ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ തെൻവീൻ ഇല്ലാത്ത കുറെ അവസ്ഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെന്താ പറയാ, അപ്പൊ ഇതും ഇതാണ്. പിന്നെ കുറച്ച് വേറെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഒരു അഡ്ജക്റ്റീവ്സിന്റെ കൂടെ ഇത് അവസാനം ഇത് ചേർന്ന് വന്നാൽ തെൻവീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ലേനോ? അതേതൊക്കെയാണോ? അഡ്ജക്റ്റീവ്സിന്റെ കൂടെ അവസാനം ഇത് വന്നിട്ടാണെങ്കിൽ തെൻവീൻ ഉണ്ടാവില്ല. മറന്നു പോയിക്കണില്ലല്ലോ. അഡ്ജക്റ്റീവ്സ് അഥവാ നാമവിശേഷണത്തിന്റെ കൂടെ ഇത് വന്നാൽ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. ഒക്കെ ഇതാണ് പ്രോപ്പർ അല്ല എന്താ പറയാ, അല്ല അല്ല പൂവ അല്ല അല്ല. ബൈക്ക് പൂന്നൊക്കെ പറയും. ഉം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അവസാനം നമ്മളിപ്പോ തെൻവീൻ ഇല്ലാതെ കുറച്ച് നമ്മളെ അറബിയിൽ ഇതും അല്ലാതെ ഇനി അറബിയിൽ കുറച്ച് തെൻവീൻ വരാത്ത പദങ്ങളുണ്ട്. ഇതിന്റെ ഇങ്ങനെ ആണെങ്കിൽ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ അറബിയിൽ പറയുന്ന പേരാണെന്ത്, മംനൂ മിന സർഫ്, അഥവാ തെൻവീന് കളയപ്പെട്ടത്. മംനൂ മിന സർഫ്, മംനൂ മിന സർഫ്. ഇങ്ങനെ ഈ കാറ്റഗറിക്ക് പറയുന്നതാണ് എന്ത്, മംനൂ മിന സർഫ്. അഥവാ ഈ മംനൂ മിന സർഫ് ഇലാഫത്ത് മാതിരിയല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഇലാഫത്ത് മുലാഫിനാണെങ്കിൽ എന്താ അല്ല ഉണ്ടാവില്ല, അല്ല ചേർന്ന് വരുമ്പോ തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഫീമെയിൽ പ്രോപ്പർ നൗൺ ഈ കാറ്റഗറിയിൽ വരില്ല. പിന്നെ യാ വരുമ്പോ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. ഇത് വേറെ തന്നെ കാറ്റഗറിയാണ്. അഥവാ മുലാഫ് ആകുമ്പോ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അല്ല ചേർന്ന് വരുമ്പോ തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ പിന്നെ യാ വരുമ്പോ എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. ഇത് മൂന്ന് വേറെ കാറ്റഗറിയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫീമെയിൽ പ്രോപ്പർ നൗൺ, മെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം താമർബൂത്ത് ഉള്ളത്, അങ്ങനെ വേറെ കുറച്ച് നമ്മളിപ്പോ അഫ്അലി പാറ്റേണിൽ വരുന്നതൊക്കെ പഠിച്ചില്ലേ. അഫ്അലി പാറ്റേണിൽ വരുന്നത് തെൻവീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. ഇതിനൊക്കെ ഇത് വേറെ കാറ്റഗറിയാണ്. അഥവാ മഫായിൽ ഒന്നും ഇതിൽ വരില്ല. മഫായിലൊക്കെ പാറ്റേണിൽ വരുന്ന ഇതിൽ വരില്ല. അതിന്റെ കുറച്ച് രൂപങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിനെന്താണ് അറബിയിൽ പറയുന്നത്, എന്താണ്, മംനൂ മിന സർഫാണ്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മംനൂ മിന സർഫിന്റെ കാറ്റഗറിയിൽ വരുന്നത് എന്താ വെച്ചാല്, ഒന്ന് ഫീമെയിൽ പ്രോപ്പർ നൗൺ. ഫീമെയിൽ പ്രോപ്പർ നൗണിന് തെൻവീൻ ഉണ്ടാവില്ല. ഇത് മംനൂ മിന സർഫിൽ വരുന്നതാണ്. പിന്നെ പുരുഷന്മാരെ പേര് മെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം താമർബൂത്ത് ഉള്ളത് എന്താണ്, തെൻവീൻ ഉണ്ടാവില്ല. ഇത് മംനൂ മിന സർഫിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. പിന്നെ നമ്മൾ അഡ്ജക്റ്റീവ്സിന് അവസാനം ആനു വരുന്നത്, അഥവാ നമ്മൾ ചില അഡ്ജക്റ്റീവ്സിന് എന്താണ് അവസാനം ആനു വരുന്നത് പഠിച്ചിരിക്കണം. അലിഫ് നൂന് ഇല്ലേ, ഉദാഹരണം തെസ്ലാനോ. ഇതെന്താണ്, ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇതിന്റെ അവസാനം എന്താണ്, ആനു എന്നാണ്, തെസ്ലാനോ അല്ലേ. അപ്പൊ ഇതിനെന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. ഇതെന്താണ്, മംനൂ മിന സർഫിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അഥവാ ഉസ്മാൻ, ഇവിടെ കണ്ടില്ല, ഉസ്മാനോ, അവസാനം ആനു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഉസ്മാൻ, പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാൻ കഴിയോ, റമലാനോ. റമലാനുവിന്റെ അവസാനം എന്താണ്, ആനു എന്നാണ്, അലിഫ് നൂന് വന്നിക്കണം. അപ്പൊ ഇതിനെന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. ഇത് മംനൂ മിന സർഫിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ടീച്ചർ ആദ്യം പറഞ്ഞത് ഈ ലാഫ് അല്ല് യാ വന്നാൽ എന്നൊക്കെ അത് വേറെ അത് തെൻവീന് വരില്ല. പക്ഷെ അത് മംനൂ മിന സർഫിന്റെ കാറ്റഗറിയിൽ പെടുന്നതല്ല.
അതാണ് ഞാൻ പറഞ്ഞത്. മംനൂമിന സർഫിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണിത്. അഥവാ ഒന്ന് ഫീമെയിൽ പ്രോപ്പർ നൗൺ, മെയിൽ പിന്നെ പ്രോപ്പർ താമർഭൂതം മെയിൽ പ്രോപ്പർ ഒന്ന് മംനൂമിന സർഫിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ വേറെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിന് തെൻവീന് മാത്രം നഷ്ടപ്പെടല്ല, ഇതിന് വേറെയും കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. അഥവാ മംനൂമിന സർഫിന് മറ്റിനൊക്കെ തെൻവീൻ ഉണ്ടാവില്ല എന്നുള്ളൂ. ഇപ്പൊ മുലാഫ ആകുമ്പോ തെൻവീൻ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ അതിന്റെ ഇത്. പിന്നെ അല്ല് ചേർന്ന് വരുമ്പോ തെൻവീൻ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രത്യേകത. പിന്നെ യാ വന്നാല് തെൻവീൻ ഉണ്ടാവില്ല, അത് യാ വരുമ്പോ മാത്രമുള്ള പ്രത്യേകത ആണ്. പക്ഷെ ഇതിനെന്താ തെൻവീന് മാത്രമല്ല വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒന്ന് ഫീമെയിൽ പ്രോപ്പർ നൗണിന്, തൻവീൻ പിന്നെ ഉണ്ടാവും. മെയിൽ ഫീമെയിൽ പ്രോപ്പർ പ്രോപ്പർ മെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം താമർഭൂത്ത് ഉള്ളത്, പിന്നെ അവസാനം ആനോ എന്നുള്ളത്. ആനോ എന്നുള്ള നൗണ് അത് നൗണ് എന്ത് വരും? അഡ്ജക്റ്റീവ് നൗണില് വരുന്നത്, അഥവാ മസ്കുലിൻ പ്രോപ്പർ നൗണില് അഥവാ പുല്ലിംഗ പ്രോപ്പർ നൗണില് അവസാനം എന്ത് വരുന്നത്? ആന വരുന്നത്. അതിനാണ് എന്ത് പറഞ്ഞത്? ഉസ്മാനു റമദാനു എന്നൊക്കെ പറഞ്ഞത്. അഥവാ മസ്കുലിൻ പ്രോപ്പർ നൗണില് അവസാനം ആന വരുന്നത്. അടുത്തത് രണ്ടിലും വരും അല്ലെ? അഡ്ജക്റ്റീവ് ആയാലും അതിൽ തന്നെ പെടും. അതാണ് ഞാൻ അടുത്ത വരുന്നത് പറയുന്നത്. അടുത്തത് അഡ്ജക്റ്റീവ്സ് എന്ത് പാറ്റേണിൽ വരുന്നത്? ഫഅലാനു പാറ്റേണിൽ വരുന്നത്. അഡ്ജക്റ്റീവ്സ് ഫഅലാനു പാറ്റേണിൽ വരുന്നത്. അത് അതിൽ പെട്ടതാണ് എന്ത്? കെസ്ലാനോ. കണ്ടില്ലേ? ഇത് നേരത്തെ പറഞ്ഞത് ആനെന്ന് പറഞ്ഞത് എന്താണ്? മസ്കുലിൻ പ്രോപ്പർ നൗണിന്റെ അവസാനം ആനു വരുന്നത്, അലിഫ് നൂന് വരുന്നത്. അതിൽ പെട്ടതാണ് ഉസ്മാനു റമദാനു എന്നൊക്കെ. അതൊക്കെ മസ്കുലിൻ പ്രോപ്പർ നൗൺ ആണ്, നൗണാണ് അത്. പിന്നെ ഇതെന്താണ്? അഡ്ജക്റ്റീവ്സ് പറഞ്ഞാല് അഡ്ജക്റ്റീവ്സ് ഏത് പാറ്റേണിൽ വരുന്നത്? ഫഅലാനു പാറ്റേണിൽ വരുന്നത്. ഫഅലാനു അതിന്റെ ഉദാഹരണമാണ് എന്ത്? കെസ്ലാനോ. പിന്നെ മറ്റൊരു ഉദാഹരണം എന്ത്? മൽ ആനോ. ഓർമ്മയില്ലേ? മൽ ആനു പറഞ്ഞാൽ എന്തേനു? അല്ല, ദാഹിച്ചവൻ. കെസ്ലാന് പറഞ്ഞാല് മടിയൻ, മൽആന് പറഞ്ഞ ദാഹിച്ചവൻ, ദാഹിക്കുന്നവൻ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഫഅലാനു പാറ്റേണിൽ വരുന്ന അഡ്ജക്റ്റീവ്സ് ആണ്, കെസ്ലാനും മൽആനും എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ ഇതിനെന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് വരുന്നതാണ് എന്ത്? നമ്മളിപ്പോ പഠിച്ചത് അഫ്അലു പാറ്റേണിൽ വരുന്നത്. അഫ്അലു പാറ്റേൺ അതിനെന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അഥവാ അതിൽ പെട്ടതാണ് അഹ്മദു, അഹ്മറു, അഹ്ലറു. ഇതൊക്കെ അഫ്അലു പാറ്റേണിൽ വരുന്നതാണ്. അപ്പൊ അതിനെന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഇതിൽ തന്നെ എന്താണ്? മസ്കുലിൻ പ്രോപ്പർ നൗണും അഡ്ജക്റ്റീവ്സും, അഥവാ അഫ്അലു പാറ്റേണിൽ വരുന്ന മസ്കുലിൻ പ്രോപ്പർ നൗണും അഡ്ജക്റ്റീവ്സും. മസ്കുലിൻ പ്രോപ്പർ നൗണിന് ഒരു ഉദാഹരണം പറഞ്ഞുതരും, ഞാൻ ഇപ്പൊ പറഞ്ഞതിലുണ്ട്. അഫ്അലു പാറ്റേണിൽ വരുന്ന ഒരു നാമം പറഞ്ഞേരി. അഹ്മദു. പിന്നെ അഡ്ജക്റ്റീവ്സിന് ഒരു ഉദാഹരണം പറഞ്ഞേരി. അഡ്ജക്റ്റീവ്സിന് അഹ്മറു ഒരു കളേഴ്സിന്റെ പേരാണ്. കളേഴ്സ് അഹ്ലറു, അസ്റഖു ഇതൊക്കെ എന്താണ്? കളേഴ്സിന്റെ പേരാണ്. അപ്പൊ ഇതിനെന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അഫ്അലു പാറ്റേണിൽ വരുന്ന മസ്കുലിൻ പ്രോപ്പർ നൗണിനും അഡ്ജക്റ്റീവ്സിനും എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. ഇതിന് മംനൂഅ സർഫ് എന്ന് പറയുന്നത് തെൻവീൻ ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ. അതാണ് ഇത് വേറെ തന്നെ കാറ്റഗറി, മറ്റേതിൽ പെടാത്തത്. ഇതിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് ഇതിന്റെ ഇത്. മറ്റേതിൽ വേറെ ഒരു വ്യത്യാസം വരുന്നില്ല, അതാണ് ഈ കാറ്റഗറിയിൽ വരാത്തത്. മറ്റേതിൽ തെൻവീൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല പ്രത്യേകത ഉള്ളൂ. ഇതില് തെൻവീന് മാത്രമല്ല, ഇതിൽ വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. പിന്നെ അനറബി നാമങ്ങള്, നോൺ അറബിക് നെയിംസ് അതിൽ പെട്ടതാണ് എന്ത്? നമ്മളിപ്പോ പറഞ്ഞത് എന്ത്? നോൺ അറബിക് പ്രോപ്പർ നൗൺസ്. ഇബ്രാഹിമു, ഇസ്മായിലു, യൂസുഫു എന്നൊക്കെ അത് അനർബി പേരാണ്. പിന്നെ ലണ്ടനും പാകിസ്ഥാനും ഒക്കെ എന്താണ്? അനർബി ഇതിൽ പെട്ടതാണ്. പിന്നെ നമ്മള് എന്ത്? നീ ഈ പാറ്റേണിൽ വരുന്നതിന് ഇതുണ്ടാവില്ല, ഇതുണ്ടാവില്ല. അടുത്തത് ഇവിടെ ഇതുണ്ട്. അഫ്ഇലാഉ, ഫുഅലാഉ. ഈ പാറ്റേണിൽ വരുന്ന ബ്രോക്കൺ പ്ലൂറൽസ്
ബ്രോക്കൺ പ്ലൂറൽസ് അഥവാ ബ്രോക്കൺ പ്ലൂറൽസ് പറഞ്ഞാൽ എന്താണ്? എന്തേലും ഓർമ്മ ഉണ്ടോ? ഉം. എന്തേനു? അതിന്റെ ഇതിന് മാറ്റം വരും സ്ട്രക്ചറിന് സ്ട്രക്ചർ അതിന്റെ മാറ്റം വരും. ഏകവചനത്തിന്റെ രൂപത്തിൽ നിന്ന് ഒന്നായിട്ട് സ്ട്രക്ചർ മാറിയിട്ടാണ് എന്തുണ്ടാവുക? അതിന്റെ ബഹുവചനം ഉണ്ടാവുക. അതിന്റെ ഒരു ഉദാഹരണം എന്താണ്? സ്വദീഖുൻ ബഹുവചനം എന്താണ്? അസ്ദിഖാഉ. അസ്തികാവ്. അസ്തികാവ് ഏത് പാറ്റേണിലാണ് വരുന്നത്? അഫ്ഇലാവ് പാറ്റേണിലാണ് വരുന്നത്. അസ്തികാവ് ഏത് പാറ്റേണിലാണ് വരുന്നത്? അഫ്ഇലാവ് പാറ്റേൺ. അപ്പൊ അതിന് തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഏതാണ്? ഫുഅല പാറ്റേണിൽ എന്താണ് വരാം? കൊടുക്കണോ? ഫക്കീറുൻ ജമ്മ ഫുക്കറാഓ. അത് ഫുഅല പാറ്റേണിൽ വരുന്ന ബഹുവചനാണ്. ഫക്കീറുൻ ജമ്മ ഫുക്കർ. ഫക്കീറുൻ പറഞ്ഞ പാവപ്പെട്ടവൻ. അതിന്റെ ബഹുവചനാണ് എന്ത്? ഫുക്കറാഓ. അപ്പൊ അതിനെന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി ഒന്നായിട്ട് പറഞ്ഞിട്ട്? അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നല്ലോണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇത് മറ്റേ കാറ്റഗറിയിൽ പെടൂല കേട്ടോ. അഥവാ മുലാഫിന്റെയും അല്ല വരുമ്പോ തെൻവീനെ നഷ്ടപ്പെടുന്നത്, യാ വരുമ്പോ തെൻവീനെ നഷ്ടപ്പെടുന്നതിന്റെ കാറ്റഗറിയിൽ ഇത് പെടില്ല കേട്ടോ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് അത് ഓർത്ത് വെക്കണേ. ഓർമ്മ ഉണ്ടോ? ഏതൊക്കെയാണ് പെടാത്തത് ഈ കാറ്റഗറിയില്? മറ്റു അല്ല ചേർത്തതൊന്നും വരില്ല. ഫീമെയിൽ ഫീമെയിൽ പ്രോപ്പർ നൗൺ. അല്ല, ഞാൻ ഈ കാറ്റഗറിയിൽ പെടാത്തത് തെൻവീനൊക്കെ നഷ്ടപ്പെടുന്നതാ ചോദിച്ചത്. ഫീമെയിൽ പ്രോപ്പർ നൗൺ ഒക്കെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അല്ല് വരുന്നത് മുലാഫും യാഉം. ഈ മൂന്ന് ഇതില് പെടൂല കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളും ഇതില് പെടൂല. അഥവാ മുലാഫ് വരുമ്പോ തെൻവീനെ നഷ്ടപ്പെടുന്നതും, അല്ല് വരുമ്പോ തെൻവീനെ നഷ്ടപ്പെടുന്നതും, പിന്നെ യാ വരുമ്പോ തെൻവീന് നഷ്ടപ്പെടുന്നതും, ഈ മൂന്നും ഈ കാറ്റഗറിയിൽ പെടൂല. ഇത് വേറെ തന്നെ കാറ്റഗറിയാണ്, അത് മനസ്സിലാക്കണേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോ ഈ ചാപ്റ്റർ പറയുമ്പോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിർത്തല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.